സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പരിപൂർണ മുസ്ലിംകളായി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാന കാരണങ്ങളായിട്ടുള്ള ഈമാനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് കഴിഞ്ഞ 1-2 ഖുതുബകളിൽ നമ്മൾ വിശദീകരിച്ചത്. ഈമാനിന്റെ ദുർബലതയിലൂടെ, പോരായ്മയിലൂടെ ഒരു മനുഷ്യനിൽ കാണപ്പെടുന്ന സ്വഭാവദൂഷ്യങ്ങളും, എന്നാൽ ഈമാൻ ശക്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നല്ലതായ അടയാളങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി അവസാനമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ഈമാൻ അത് വർദ്ധിപ്പിക്കുവാൻ നമ്മിൽ ആവശ്യമായ അനിവാര്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കാർക്കും വഹ്യ് ലഭിക്കാനില്ല, അതിന്റെ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇനി നമ്മുടേതായ അധ്വാനത്തിലൂടെ, നമ്മുടേതായ പ്രവർത്തനത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഈമാൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ തിരുവചനങ്ങൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് ആ ആയത്തുകളുടെ വിശദീകരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഈമാൻ ഓരോ നിമിഷങ്ങളിലും വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ കൃത്യമായ ആവശ്യങ്ങളും മറ്റും പ്രവാചകൻ സ്വഹാബികൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്വഹാബത്തിന്റെ ഈമാൻ ശക്തമാവുകയും ലോകത്ത് ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയിലും അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ വരാൻ സാധ്യമല്ലാത്ത നിലക്ക് ആ ആളുകളെ വളർത്തിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് എന്തെന്നിലൂടെയാണോ വളർന്നത്, എന്തെന്നിലൂടെയാണോ നന്നായത്, അത് മാത്രമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നന്നാകുവാനും വളരുവാനും മാറുവാനുമുള്ള ഘടകങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തഅല്ലുമുൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് നേടുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തന്റെ പരലോകത്തെ രക്ഷാശിക്ഷകളെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാമാണികമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അതാണ് ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള ഒന്നാമത്തെ ഘടകം. കർമ്മങ്ങളുടെ ഫളായിലുകൾ, മഹത്വങ്ങൾ അറിയണം, അപ്പോഴേ ആ കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുകയുള്ളൂ. കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴേ ഈമാനിന്റെ വർധനവുണ്ടാവുകയുള്ളൂ. ഹലാലും ഹറാമും വേർതിരിച്ചറിയണം. അഖീദയുമായി, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ കൃത്യമായ ഇൽമും കൃത്യമായ അറിവും ദീനിനെ സംബന്ധിച്ച് ഉണ്ട് എങ്കിൽ തീർച്ചയായും അവന്റെ ഈമാനും അത് ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആനിൽ അത്തരം കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ ഉയർത്തുകയാണ്, ചില ആളുകളുടെ പദവി ഉയർത്തുകയാണവൻ. ആരാണ്? അല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട ആളുകൾ. കാരണം അറിവുള്ളവനെ ഈമാനുള്ളവനാകൂ. ഈമാനുള്ളവൻ മാത്രമേ സൽക്കർമ്മങ്ങൾ ചെയ്യൂ. അങ്ങനത്തെ ആളുകളെ മാത്രമേ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും അടിസ്ഥാനമായ അറിവ്, അത് ഉള്ള ആളുകൾക്ക് പ്രത്യേകമായ പദവിയിൽ പ്രത്യേകമായ സ്ഥാനങ്ങൾ അല്ലാഹു തആല നൽകുന്നു. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കി മനസ്സിലാക്കുക, അറിവ് നേടാനുള്ള വേദികൾ എന്തെല്ലാമുണ്ടോ ഒക്കെ ഉപയോഗപ്പെടുത്തുക. ഖുർആനുമായി ബന്ധപ്പെട്ട, ഹദീസുമായി ബന്ധപ്പെട്ട, ദീനി വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം അറിവുകളുണ്ടോ അത് നേടാനുള്ള എല്ലാ അവസരങ്ങളും സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഹദീസിലൂടെ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു തആല ഒരു വ്യക്തിക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരു വ്യക്തിക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അറിവ് നൽകുകയും ആ അറിവ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുമെന്നാണ്. എന്നാൽ ദീനിലുള്ള അറിവ് നേടാൻ താല്പര്യമില്ലായ്മയാണെങ്കിലോ അത് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഖൈറിന്റെ കുറവാണ്.
അള്ളാഹു അവനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ അറിവിന്റേതായ സകലമായ മേഖലകളും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, മൻ സലക തരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സലക്കല്ലാഹു ബിഹി തരീഖൻ മിൻ തരീഖിൽ ജന്ന. ആരെങ്കിലും അറിവ് തേടി ഒരു വഴിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അതിലൂടെ അല്ലാഹു തആല അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. വഇന്നൽ മലായികത ലതലഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽം. ദീനീപരമായ അറിവ് നേടുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നു. ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തിനോടുള്ള സ്നേഹം, തൃപ്തി കാരണം. അതോടൊപ്പം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും ആലിമിന് വേണ്ടി, ഇൽമു നേടുന്നവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു, പാപമോചന പ്രാർത്ഥന നടത്തുന്നു. എത്രത്തോളം വെള്ളത്തിനുള്ളിലുള്ള മത്സ്യങ്ങൾ പോലും. അതേപോലെ നേടി ആ ഇൽമ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത ഇബാദത്തിൽ മാത്രം ഒഴുകിയിരിക്കുന്ന ഒരാളെക്കാൾ ഉണ്ട്. ഏതുപോലെ ചന്ദ്രന് മറ്റുള്ളവയേക്കാളുള്ള വെളിച്ചം 14-ാം രാവിന്റെ ആ രാത്രിയിൽ കാണപ്പെടുന്ന ആ തിളക്കം എത്രമാത്രമാണോ മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ അതേപോലെ പ്രാധാന്യമുണ്ട്. വൈന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അഫ്ളൽ ഉലമ പാസായവൻ എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കും വേണ്ട. വൈന്നൽ ഉലമാ, അറിവ് നേടിയവൻ. അത് ഏത് രൂപത്തിലുമാകാം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വഹാബത്തിന്റെ മൻഹജിൽ നിന്നും അറിവ് നേടുന്ന മനുഷ്യരാൽ ഉലമാ, അവർ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. വൈന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാം. അംബിയാക്കന്മാർ ദിർഹമല്ല അനന്തരമായി തന്നത്, ദീനാറല്ല അനന്തരമായി തന്നത്, മറിച്ച് ഇന്നമാ വറസുൽ ഇൽമ, അവർ അറിവാണ് അനന്തരമായി തന്നത്. അപ്പോൾ അറിവ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനമാണ്. അത് നേടാനും അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ വ്യത്യസ്തങ്ങളായ രീതികളിലൂടെ, വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെയും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം ഇൽമു നേടാനുള്ള ഒരു വ്യഗ്രത നമ്മൾ കാണിക്കണം. അതാണ് വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തേത് ഖിറാഅത്തുൽ ഖുർആൻ വ തദബ്ബുറുഹു. ഈമാൻ ദുർബലപ്പെട്ടു പോകാതിരിക്കാൻ, മാനസികമായി ഒരു മനുഷ്യന്റെ കൽബ്, ആ കൽബിൽ നിന്നും ഈമാൻ ചോർന്നു പോകാതിരിക്കാൻ അവന്റെ ബന്ധം എപ്പോഴും ഖുർആനുമായി ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളൊരു വിഷയം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, എത്ര പേർ നമ്മിലുണ്ട് അൽ കഹ്ഫ് പാരായണം ചെയ്തവർ. ആരെയും ആക്ഷേപിക്കുന്നില്ല, ആരെയും വഴക്ക് പറയുന്നില്ല. ഞാൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, അത്രമാത്രമേ ഉള്ളൂ. ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത ആളുകൾ എത്രയുണ്ട്? അത് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ ഈമാൻ എന്താണ്? ഞാനും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണ്? റബ്ബിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നിടത്ത് എന്റെ ഈമാൻ എത്രമാത്രം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു? നമ്മൾ സ്വയമായി ആലോചിക്കേണ്ടുന്ന, വിചിന്തനം ചെയ്യേണ്ടുന്ന ഒരു വിഷയം. ശരി, അൽഹംദുലില്ലാ, അൽ കഹ്ഫ് പലരും പാരായണം ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇന്നലെ എത്ര പേർ ഖുർആൻ ഓതി? മിനിഞ്ഞാന്ന് നമ്മൾ എത്ര ഖുർആൻ ഓതി? നമ്മുടെ ജീവിതം, നമ്മുടെ നാവിൻ തുമ്പത്തിന് വരുന്ന വർത്തമാനങ്ങൾ, സംസാരങ്ങൾ, അതൊക്കെ പലപ്പോഴും തിന്മയിലൂടെ വഴിമാറിപ്പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച, ഈമാനിന്റെ വർദ്ധനവിന് കാരണമാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട, മനുഷ്യ മനസ്സുകളുടെ ശുദ്ധീകരണത്തിന് അടിസ്ഥാനമാകുമെന്ന് വിശദീകരിക്കപ്പെട്ട ആ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, അത് ഓതുന്ന, അതിലൂടെ മനസ്സിന് കുളിർമ നൽകുന്ന, അതുമായി തന്നെ നാഥനെ സ്നേഹിക്കുന്ന എത്രയെത്ര മനസ്സിന്റെ ഉടമകൾ നമ്മിലുണ്ട്. സഹോദരന്മാരെ, ആയുസ്സാണ് അവസാനിക്കുന്നത്. അല്ലാഹു തആല നിശ്ചയിച്ച നമ്മുടെ പ്രായമാണ് അവസാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആ റബ്ബിന് വേണ്ടി, ആ റബ്ബിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ഒരു പേജ്, അര ജുസ്, ഒരു ജുസ് ഞാനൊന്ന് ഓതിയിരുന്നെങ്കിൽ, എനിക്ക് ഓതാനുള്ള അവസരം ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ വിലപിക്കുന്ന, കരയുന്ന ഒരു ദിവസം അവന്റെ മുമ്പിൽ വരാനുണ്ട്. അപ്പോ ഞാൻ ആ ഭാഗത്തേക്ക് നീങ്ങിയല്ല, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. സമയം കാണുക. നമ്മൾ സുബഹിന്റെ സമയത്തും വൈകുന്നേരവും നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം നിശ്ചയിക്കുന്ന പോലെ, സമയം കാണുന്ന പോലെ നമ്മുടെ രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിത്തന്ന സന്ദേശമാകുന്ന ഖുർആൻ, അത് ഓതാൻ,
അതിലൂടെ ആ റബ്ബിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, അതിലൂടെ തന്റെ ഈമാൻ വർദ്ധിപ്പിക്കാനും നമ്മൾ മുന്നോട്ടിറങ്ങണം. ഓതിയാൽ മാത്രം പോരാ, അതിന്റെ ആശയങ്ങളെക്കുറിച്ച്, അതിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് നന്നായി ഒന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഇതാ ഈ പറയുന്ന ആയത്ത്, ഈ പറയുന്ന വിഷയം ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ എനിക്ക് ഖബറിൽ അനുഭവിക്കാനുള്ളതാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടാലും എന്നോട് ചോദിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന തിന്മ എന്റെ ജീവിതത്തിലുണ്ട്, അതിന് ശിക്ഷയാണല്ലോ അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത് എന്ന് നിനക്ക് മനുഷ്യൻ സ്വയം ചിന്തിക്കാൻ വിശുദ്ധ ഖുർആൻ ചോദിച്ചല്ലോ. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിയദ്ദബ്ബറു ആയാതിഹി. ഞാൻ ആദ്യം ഓതി വെച്ച വചനം, ഈ ഖുർആൻ നാം നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു. എന്തിനാ? ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച് നല്ലപോലെ ആലോചിക്കാൻ, നല്ലപോലെ ചിന്തിക്കാൻ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ് അകക്കാമ്പുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുവാനും ആലോചിക്കുവാനും വേണ്ടി ഈ ഖുർആനാണ് ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കിയ സത്യം അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് അവരുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ വരുമായിരുന്നു എന്നും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അത് കേൾക്കുന്ന ആദ്യ കാലഘട്ടത്തിലെ ആളുകളെ കുറിച്ച് അല്ലാഹു തന്നെ പുകഴ്ത്തി പറയുന്നുണ്ട്. കാരണം അവർ അത് പാരായണം ചെയ്തു, ആശയങ്ങൾ ചിന്തിച്ചു, അതിന് അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ ഈമാനിന്റെ ദുർബലതക്ക് അത് കാരണമായി മാറി. നമ്മുടെ ഈമാൻ വർദ്ധിക്കേണ്ടതുണ്ട്, ശക്തിപ്പെടേണ്ടതുണ്ട്. മാർഗം എന്താണ്? വലഖദ് ജീനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ഇതാ ഒരു ഖുർആൻ നാം ഇറക്കിയിരിക്കുന്നു, അതുമായുള്ള നിന്റെ അടുപ്പം ശക്തമാകണം. അത് ഇൽമാണ്, അത് ഹുദയാണ്, അത് റഹ്മത്താണ്. ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മ, കാരുണ്യമായി ഇറക്കപ്പെട്ട ഖുർആൻ, ഹൃദയായി ഇറക്കപ്പെട്ട ഖുർആൻ, മനുഷ്യന് ആവശ്യമായ എല്ലാ ഇൽമുകളും സമാഹരിക്കപ്പെട്ട ഖുർആൻ. അതാർക്കാ? ലിഖൗമിൻ യുഅ്മിനൂൻ, ഈമാൻ ആവശ്യമുള്ളവർക്ക്, ഈമാൻ ഉള്ളവർക്ക്, ഈമാൻ വേണ്ടവർക്ക് അതൊക്കെ ഈ ഖുർആനിലുണ്ട്. മാറ്റിവെച്ചാലോ നമ്മുടെ ജീവിതം കേടുവന്നു പോകും, സ്വഭാവം കേടുവന്നു പോകും, സംസ്കാരം മോശമായി കൊണ്ടിരിക്കും. അപ്പോ ഈമാൻ ശക്തമാകേണ്ടതുണ്ട്. രണ്ടാമത്തെ മാർഗമാണ് വിശുദ്ധ ഖുർആൻ. അത് ഓതലും അതിനെക്കുറിച്ച് ചിന്തിക്കലും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫലൗ അലിമന്നാസു മാ ഫീ ഖിറാഅത്തിൽ ഖുർആനി ബിത്തദബ്ബുരി ലസ്തഗലു ബിഹാ അൻ കുല്ലി മാ സിവാഹാ. ഖുർആൻ ഓതിയാൽ, ഖുർആൻ തദബ്ബുർ ചെയ്താൽ, ചിന്തിച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്താണ് എന്ന് ഒരു മനുഷ്യൻ കൃത്യമായി അറിഞ്ഞാൽ എല്ലാം മാറ്റിവെച്ച്, എല്ലാ സന്തോഷവും മാറ്റിവെച്ചുകൊണ്ട് ഖുർആൻ ഓതാനും പഠിക്കാനും അറിയാനും അതിന്റെ പിന്നാലെ അവൻ കൂടുമായിരുന്നു. فإذا قرأه بتفكر حتى مر بآية وهو محتاج إليها في شفاء قلبه قررها ولو 100 مرة. ഒരു ആയത്തിന്റെ അർത്ഥം, അതിന്റെ ആശയം അവൻ അറിഞ്ഞു, അവൻ ബോധ്യപ്പെടുകയാണ്, ഈ ആയത്ത് എനിക്ക് ആവശ്യമാണ്, ഈ ആശയം എനിക്ക് ആവശ്യമാണ്, പരലോകത്ത് എനിക്കിത് നേടേണ്ടതുണ്ട് എന്ന ബോധ്യം ആയത്തിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ അവൻ ആ ആയത്ത് കററഹ ആവർത്തിക്കും. വലൗമിയത്തമറാം, ചിലപ്പോൾ 100 തവണ ആവർത്തിക്കും. അവൻ അർത്ഥം അറിഞ്ഞാൽ, ആശയം അറിഞ്ഞാൽ. വലൗലൈല, ചിലപ്പോൾ ഒരു രാത്രി മുഴുവൻ ആ ആയത്ത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഷെയ്ഖ് റഷീദ് റിള വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാ, വഅലം, അറിയുക, അന്ന ഖുവ്വത്തദ്ദീൻ, ദീനിന്റെ ശക്തി, വകമാലൽ ഈമാൻ, ഈമാനിന്റെ പരിപൂർണത, വൽ യഖീൻ, മനുഷ്യ ഹൃദയങ്ങളുടെ ദൃഢതയുണ്ടല്ലോ, വിശ്വാസത്തിന്റെ ഉറപ്പ്, അതിന്റെ പരിപൂർണത ലഭിക്കുന്നത് ലാ യഹ്സുനാനി ഇല്ലാ ബികസ്റത്തി ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുന്നതിലൂടെ അല്ലാതെ നേടാൻ സാധ്യമല്ല. അപ്പൊ ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കണം. വസ്തിമാഇഹി, അത് കേൾക്കുകയും വേണം. മഅത്തദബ്ബുരി, ചിന്തയോടുകൂടി. ബിനിയ്യത്തിൽ ഇഹ്തിദാഇ ബിഹി, അതുകൊണ്ട് എനിക്ക് ഹിദായത്ത് കിട്ടണം. വൽ അമലി ബിഅംരിഹി വനഹീഹി, അതിന്റെ കൽപ്പനയും നിരോധനങ്ങളും എന്റെ ജീവിതത്തിൽ പാലിക്കുകയും വർജിക്കേണ്ടത് വർജിക്കുകയും വേണം എന്ന നിയ്യത്തോടു കൂടി ഖുർആൻ കേൾക്കുകയും ഓതുകയും ചെയ്താൽ
യഖീന് വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും, ദീനിന്റെ ശക്തി പരിപൂർണമായി കൊണ്ടിരിക്കുമെന്ന് ഷെയ്ഖ് റഷീദുൽ ഇസ്ലാം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കട്ടെ. നമ്മുടെ സന്തോഷവും നമ്മുടെ മനസ്സിന്റെ കുളിർമയും ആനന്ദവും ഏതെങ്കിലും പത്രത്താളുകളോ ഏതെങ്കിലും ചാനലുകളോ അത് തുറക്കുമ്പോഴും വായിക്കുമ്പോഴുമെല്ലാം, മറിച്ച് എന്റെ നാഥന്റെ സന്ദേശമായ ഖുർആൻ അല്ലേ, അല്ലാഹു എനിക്ക് നൽകിയത്, എന്റെ റബ്ബ് എനിക്ക് നൽകിയത്. ഏതെങ്കിലും വ്യക്തി തരുന്ന കടലാസ്, ഏതെങ്കിലും വ്യക്തി തരുന്ന പുസ്തകം, ഏതെങ്കിലും വ്യക്തി എഴുതിയ ഗ്രന്ഥങ്ങൾ, ആ വ്യക്തിയോടുള്ള സ്നേഹം കാരണം നമ്മൾ ചിലപ്പോൾ താല്പര്യത്തോടു കൂടി വായിക്കും. ശരി, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞു തുടങ്ങുന്ന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ആയത്തുകൾ നമ്മൾ ഓതുമ്പോ, അതിനർത്ഥം വായിക്കുമ്പോ, അതിനാശയം അന്വേഷിച്ചിറങ്ങുമ്പോ, ഇതാര് പറയുന്നതാ? അല്ലാഹുവാ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ എന്നെയാണ് വിളിക്കുന്നത്. ഞാനൊരു ഈമാനുള്ളവനാ, ഞാനൊരു മൂമിനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിളിക്കുമ്പോ ആ വിളി എന്നോടാണ്. ഇതാ ഇനി എന്തോ കാര്യം ചെയ്യാൻ പറയുകയാണ്, ഞാനത് ശ്രദ്ധിക്കട്ടെ. എന്തോ കാര്യം ചെയ്യരുത് എന്ന് പറയുകയാണ്, ഞാനത് ശ്രദ്ധിക്കട്ടെ. ഇന്നത് ചെയ്താൽ നിനക്കിന് ശിക്ഷയുണ്ടെന്ന് പറയുകയാണ്, അതുകൊണ്ട് ഞാനത് പഠിക്കട്ടെ. ഇന്നത് ചെയ്താൽ നിന്നെ പ്രതിഫലമുണ്ടെന്ന് പറയുകയാണ്, അതുകൊണ്ട് ഞാനത് അറിയട്ടെ എന്നൊരു ചിന്ത നമ്മിൽ കടന്നു വരുന്നില്ല എങ്കിൽ തീർച്ചയായും ജീവിതം നഷ്ടത്തിലായിക്കൊണ്ടിരിക്കും. അപ്പൊ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോ അറിയുമ്പോ അത് എന്റെ റബ്ബിന്റെ സന്ദേശമാണ് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ അത് വായിക്കണം. ഹസനുൽ ബസരി അദ്ദേഹം പറയാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ എന്ന് പറഞ്ഞാൽ താബിഊകളും അവർക്ക് മുമ്പുള്ള സ്വഹാബികളും, അവർ ഖുർആനിനെ കണ്ടത് അല്ലാഹ് അവർക്ക് നൽകിയ സന്ദേശം പോലെ, അല്ലാഹ് അവരോട് കാര്യം പറഞ്ഞ പോലെ. അതുകൊണ്ട് അവർ ആ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. നമ്മൾ ഇന്ന് പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ, ദുർബലത സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ നമ്മൾ പിന്നിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ ഒന്ന് തഅല്ലുമുൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് നേടുക. രണ്ടാമത്തേത് ഖിറാഅത്തുൽ ഖുർആൻ വ തദബ്ബുറുഹു, വിശുദ്ധ ഖുർആൻ ഓതുകയും അത് ഉറ്റാലോചിച്ച് ചിന്തിച്ച് ആ നിലക്ക് മുന്നേറുകയും ചെയ്യുക. മൂന്നാമത്തേത് അൽ ഇൽമു ബി അസ്മാഇല്ലാഹിൽ ഹുസ്നാ വ സിഫാത്തിഹിൽ ഉലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉന്നതമായ സിഫാത്തുകളുടെ വിശേഷണങ്ങളുണ്ട്, അത് അറിയുക. അല്ലാഹുവിനേക്കാൾ നല്ല നാമങ്ങൾ ലോകത്തിന് വേറെ എവിടെയുമില്ല, ആർക്കുമില്ല. ആ നാമങ്ങൾ, അസ്മാവുകൾ അറിയുക, ആ സിഫാത്തുകൾ അറിയുക. എങ്കിൽ നമ്മുടെ ജീവിതം നന്നാകും, ഈമാൻ ശക്തിപ്പെടും. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ പേരാണ് സമീഅ. അല്ലാഹുവിന്റെ പേരാണ് സമീഅ, എല്ലാം കേൾക്കുന്നവൻ എന്ന ആശയം ഉൾക്കൊള്ളുന്ന പേരാകുന്ന സമീഅ. നമ്മുടെ പേര് പോലെ അല്ല അല്ലാഹുവിന്റെ പേരും. നമ്മുടെ പേരും ആ പേരിന്റെ അർത്ഥവും തമ്മിൽ ബന്ധമുണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ പേരുകളായി പറയുന്ന അസ്മാവുകൾ, അതിന്റെ ഉള്ളിൽ ഒരു സിഫത്ത് അടങ്ങിയിട്ടുണ്ടായിരിക്കും. ആ സിഫത്ത് ഉൾക്കൊള്ളുന്നതാണ് അല്ലാഹുവിന്റെ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ, എല്ലാം കേൾക്കുന്നവൻ എന്ന് സമീഅ എന്ന് അല്ലാഹ്ക്ക് പേരുണ്ടെങ്കിൽ സംശയമില്ല, അവൻ എല്ലാം കേൾക്കുന്നവനാണ്. എന്റെ എല്ലാ സ്വകാര്യ വാക്കുകളും, എന്റെ എല്ലാ ഗൂഢാലോചനകളും, എന്റെ എല്ലാ ഗൂഢ പദ്ധതികളും അറിയുന്നവനാണവൻ. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചും സമീഅ എന്ന് മനസ്സിലാക്കിയവനും ഈമാൻ ശക്തമാകും, ഉറപ്പാണ്. ആരാരുമില്ലെങ്കിലും, ആരും കേൾക്കുന്നില്ലെങ്കിലും, രണ്ടുപേർ സ്വകാര്യ സംഭാഷണം പറയുകയാണെങ്കിലും അല്ലാഹു തആല സമീഅാണ് എന്ന് പഠിച്ചു വെച്ചവനും വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ നാം ഉപയോഗിക്കൂ. ബസീർ, അള്ളയെല്ലാം കാണുന്നവനാണ്. അതൊരു പേര് മാത്രമല്ല, എല്ലാം കാണുക എന്നുള്ള സിഫത്ത് കൂടി അള്ളാഹുവിന്റെ ഇസ്മിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇസ്മും അള്ളാഹുവിന്റെ ഇസ്മും തമ്മിൽ വ്യത്യാസം അതാ. നമ്മുടെ ഇസ്മുകളും നമ്മുടെ പേരുകൾ ഒരു പേര് മാത്രമാണ്. ചില ആളുകൾക്ക് സക്കി എന്നായിരിക്കും പേര്, ബുദ്ധിമാൻ, ചിലപ്പോൾ ബുദ്ധി തീരുണ്ടാവൂല. ജമീൽ എന്ന് പേരുള്ളവരുണ്ടാകും, അതേപോലെ അസ്വദ്, സവാദ് എന്ന് പേരുള്ളവരുണ്ടാകും. കറുത്തതെന്ന സവാദ് പറഞ്ഞ ആള് അല്പം വെളുത്തവരായിരിക്കും. അപ്പൊ നമ്മുടെ പേരും ജീവിതം, പിന്നെ ഇസ്മും ജീവിതം തമ്മിൽ ബന്ധം ഉണ്ടാവൂല. അള്ളാഹുവിന്റെ ഇസ്മുകൾ അങ്ങനെയല്ല. ആ ഇസ്മിൽ ഒരു വിശേഷണം അടങ്ങിയിട്ടുണ്ട്. സമീഅ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കും അല്ലാഹു, ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കാണും അല്ലാഹു. അത് പേര് മാത്രമല്ല, ആ കഴിവ് കൂടിയുണ്ട്. ഖദീറും, അത് പേര് മാത്രമല്ല, എല്ലാ ഖുദ്റത്തും അവനിലുണ്ട്. അപ്പൊ ഈ നിലക്ക് നമ്മൾ അല്ലാഹുവിന്റെ ഇസ്മുകൾ പഠിക്കുക.
അള്ളാഹുവിന്റെ സിഫാത്തുകൾ പഠിക്കുക. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം ഉൾക്കൊണ്ടാൽ അതിലൂടെ നമ്മുടെ ജീവിതം നന്നാകും. അത് പഠിച്ചാൽ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹുവിൽ നിന്നും മറഞ്ഞതായിട്ട് ഒന്നും തന്നെയില്ല. കൈക്കൂലി ആരും കാണാതെ വാങ്ങിയാലും ആരും കാണാതെ കൊടുത്താലും കൈ ചുരുട്ടിപ്പിടിച്ചു കൊടുത്താലും കവറിലാക്കി കൊടുത്താലും ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. അത് അറിയണം അവൻ, അപ്പോഴേ ആ തെറ്റുമായി ബന്ധപ്പെടാതിരിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ യഅലമു സിർറ വഅഖ്ഫാ. ഗോപ്യമാക്കി വെച്ച കാര്യങ്ങൾ, മറച്ച കാര്യങ്ങൾ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഈ നിലക്ക് റബ്ബിന്റെ എല്ലാ വിശേഷണങ്ങളും എല്ലാ ഗുണഗണങ്ങളും എല്ലാ അസ്മാവുകളും പേരുകളും കൃത്യമായി പഠിച്ചു വെച്ചാൽ അവൻ നല്ലതേ ചെയ്യൂ, നല്ലതേ പറയൂ, എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കും. യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന മറച്ചു വെക്കുന്ന രഹസ്യകാര്യങ്ങൾ അറിയുന്നവനായ അള്ളാഹു. അപ്പൊ അള്ളാഹിനെ ഭയപ്പെടും ഇതറിയുമ്പോ. അതേ സ്ഥാനത്തോ ഇന്നല്ലാഹ ഗഫൂറുൻ റഹീമുൻ ഖാബിലു തൗബി എന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തിയ തൗബ സ്വീകരിക്കുന്ന അള്ളാഹ്, റഹ്മത്ത് കാണിക്കുന്ന അള്ളാഹ്, പശ്ചാത്താപം സ്വീകരിക്കാൻ സന്തോഷമുള്ള അള്ളാഹ്. ഈ നിലക്ക് റബ്ബിന്റെ ആ വിശേഷണങ്ങൾ മനസ്സിലാക്കിയാൽ എന്ത് തെറ്റ് ചെയ്താലും ആത്മാർത്ഥമായി ആ റബ്ബിലേക്ക് തൗബ ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകും. അത് ഈമാന്റെ വർധനവിന്റെ ഭാഗമാണ്. അപ്പൊ ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളും സിഫാത്തുകളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. മറ്റൊന്ന്, നാലാമത്തേത് ദിറാസത്തു സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതഅമ്മുൽ ഫീ സീറത്തിഹി. പ്രവാചകന്റെ ജീവിതം പഠിക്കുക, പ്രവാചകന്റെ ചര്യകൾ പഠിക്കുക, പ്രവാചക ജീവിതത്തെ നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാക്കാൻ ശ്രമിക്കുക. അതിലൂടെ സിയാദത്തുൽ ഈമാൻ, ഈമാന്റെ വർധനവുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ പെരുമാറ്റം, അവിടുത്തെ കുടുംബജീവിതം, അവിടുത്തെ ഇഖ്ലാസ്, അവിടുത്തെ തഖ്വ, അവിടുത്തെ ആത്മാർത്ഥത, അവിടുത്തെ നമസ്കാരം, അവിടുത്തെ നോമ്പ്, അവിടുത്തെ ആരാധനകൾ, അവിടുത്തെ സംസാരങ്ങൾ, അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം എടുത്ത് പരിശോധിച്ച് അതേപോലെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലും അത്തരം ഭാഗങ്ങൾ കൊണ്ടുവന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ സ്വഹാബത്തിനുണ്ടായ ഈമാൻ നമ്മുടെ കാലഘട്ടത്തിലും ഉണ്ടാക്കാൻ സാധിക്കും. കരയുന്ന പ്രവാചകൻ, കരയുന്ന പ്രവാചകൻ. എന്തിനാ കരഞ്ഞത്? പരലോകത്തെ ആലോചിച്ചിട്ട്. നാളെ പരലോകത്ത് എല്ലാ ആളുകളെയും കൊണ്ടുവന്ന് അവർക്കെല്ലാം സാക്ഷിയായി ഞാൻ കൊണ്ടുവരപ്പെടുമെന്നുള്ള ആയത്ത് കേട്ടപ്പോൾ അത് കേട്ട് കരഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബേ, ആകാശഭൂമികൾ നീ വെറുതെ പടച്ചതെല്ലാം നരകത്തിൽ നിന്ന് കാക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച, താടിയിലൂടെ കണ്ണുനീരുകൾ നിറഞ്ഞൊഴുകിയ, അങ്ങനെ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് കൈനീട്ടി കരഞ്ഞു പ്രാർത്ഥിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് വരുമാറ് പാതിരാ സമയങ്ങളിൽ തഹജ്ജുദ് നമസ്കരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ കൂടെ കിടക്കുമ്പോ കുടുംബത്തിലെ മറ്റുള്ള ഭാര്യമാരൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പാതിരാ സമയത്ത് എണീറ്റുകൊണ്ട് മദീന പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ബഖീഉൽ ഗർഖദിൽ പോയിക്കൊണ്ട് അവിടെ നിന്ന് ആ ബഖീഇൽ മറമാടിയ അൻസാറുകൾക്ക് വേണ്ടി മുഹാജിറുകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഖബർസ്ഥാൻ നമ്മൾ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ ഉഹുദ് മലയുടെ താഴ്വാരത്ത് പോയി അവിടെ മറമാടപ്പെട്ട സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മറ്റുള്ള സ്വഹാബികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ഖബർ ശിക്ഷയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ ശകലങ്ങൾ പഠിച്ചില്ലെങ്കിൽ തീർച്ചയായും ഈമാനികമായി നമ്മൾ ദുർബലപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുട്ടികൾ വളർന്നു വരുമ്പോ ചെറിയ ചെറിയ കുട്ടികൾ മദ്രസ പാഠപുസ്തകങ്ങളിലും മറ്റുമൊക്കെ പ്രവാചക ജീവിതചര്യകൾ നമ്മൾക്ക് പാഠമാക്കി കൊടുക്കുന്നത്. അറബി കോളേജുകളിൽ സീറത്തുർ റസൂൽ എന്ന പേരിൽ പ്രവാചകന്റെ ചര്യകള്, പ്രവാചകന്റെ ജീവിതം അവർക്ക് നമ്മൾ സിലബസിന്റെ ഭാഗമായി കൊടുക്കുന്നത് അത് ഈമാനുള്ള ഒരു സമൂഹം, ഒരു വിഭാഗം, ഒരു ഖൗമ് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോ
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളത് പഠിക്കുക തന്നെ വേണം. ആരായിരുന്നു കുട്ടിക്കാലത്ത്, എങ്ങനെയായിരുന്നു യുവാവായപ്പോ, പിന്നെ എങ്ങനെയായി ഭർത്താവായപ്പോൾ, എങ്ങനെയായി വാപ്പയായപ്പോ, മാത്രമല്ലല്ലോ യുദ്ധരണാങ്കണങ്ങളിൽ വിശ്വാസിനികളെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പരിപൂർണ മുസ്ലിംകളായി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാന കാരണങ്ങളായിട്ടുള്ള ഈമാനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് കഴിഞ്ഞ 1-2 ഖുതുബകളിൽ നമ്മൾ വിശദീകരിച്ചത്. ഈമാനിന്റെ ദുർബലതയിലൂടെ, പോരായ്മയിലൂടെ ഒരു മനുഷ്യനിൽ കാണപ്പെടുന്ന സ്വഭാവദൂഷ്യങ്ങളും, എന്നാൽ ഈമാൻ ശക്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നല്ലതായ അടയാളങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി അവസാനമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ഈമാൻ അത് വർദ്ധിപ്പിക്കുവാൻ നമ്മിൽ ആവശ്യമായ അനിവാര്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കാർക്കും വഹ്യ് ലഭിക്കാനില്ല, അതിന്റെ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇനി നമ്മുടേതായ അധ്വാനത്തിലൂടെ, നമ്മുടേതായ പ്രവർത്തനത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഈമാൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ തിരുവചനങ്ങൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് ആ ആയത്തുകളുടെ വിശദീകരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഈമാൻ ഓരോ നിമിഷങ്ങളിലും വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ കൃത്യമായ ആവശ്യങ്ങളും മറ്റും പ്രവാചകൻ സ്വഹാബികൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ആ സ്വഹാബത്തിന്റെ ഈമാൻ ശക്തമാവുകയും ലോകത്ത് ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയിലും അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ വരാൻ സാധ്യമല്ലാത്ത നിലക്ക് ആ ആളുകളെ വളർത്തിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് എന്തെന്നിലൂടെയാണോ വളർന്നത്, എന്തെന്നിലൂടെയാണോ നന്നായത്, അത് മാത്രമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നന്നാകുവാനും വളരുവാനും മാറുവാനുമുള്ള ഘടകങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തഅല്ലുമുൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് നേടുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തന്റെ പരലോകത്തെ രക്ഷാശിക്ഷകളെ കുറിച്ച്, ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാമാണികമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അതാണ് ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള ഒന്നാമത്തെ ഘടകം. കർമ്മങ്ങളുടെ ഫളായിലുകൾ, മഹത്വങ്ങൾ അറിയണം, അപ്പോഴേ ആ കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുകയുള്ളൂ. കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴേ ഈമാനിന്റെ വർധനവുണ്ടാവുകയുള്ളൂ. ഹലാലും ഹറാമും വേർതിരിച്ചറിയണം. അഖീദയുമായി, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ കൃത്യമായ ഇൽമും കൃത്യമായ അറിവും ദീനിനെ സംബന്ധിച്ച് ഉണ്ട് എങ്കിൽ തീർച്ചയായും അവന്റെ ഈമാനും അത് ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആനിൽ അത്തരം കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ ഉയർത്തുകയാണ്, ചില ആളുകളുടെ പദവി ഉയർത്തുകയാണ്. അവൻ ആരാണ്? അല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട ആളുകൾ. കാരണം അറിവുള്ളവനെ ഈമാനുള്ളവനാകൂ, ഈമാനുള്ളവൻ മാത്രമേ സൽക്കർമ്മങ്ങൾ ചെയ്യൂ. അങ്ങനത്തെ ആളുകളെ മാത്രമേ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും അടിസ്ഥാനമായ അറിവ്, അത് ഉള്ള ആളുകൾക്ക് പ്രത്യേകമായ പദവിയിൽ പ്രത്യേകമായ സ്ഥാനങ്ങൾ അല്ലാഹു തആല നൽകുന്നു. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കി മനസ്സിലാക്കുക, അറിവ് നേടാനുള്ള വേദികൾ എന്തെല്ലാമുണ്ടോ ഒക്കെ ഉപയോഗപ്പെടുത്താം. ഖുർആനുമായി ബന്ധപ്പെട്ട, ഹദീസുമായി ബന്ധപ്പെട്ട, ദീനി വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം അറിവുകളുണ്ടോ അത് നേടാനുള്ള എല്ലാ അവസരങ്ങളും സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഹദീസിലൂടെ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു തആല ഒരു വ്യക്തിക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരു വ്യക്തിക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ
അറിവ് നൽകുകയും ആ അറിവ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുമെന്നാണ്. എന്നാൽ ദീനിലുള്ള അറിവ് നേടാൻ താല്പര്യമില്ലായ്മയാണെങ്കിലോ അത് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഖൈറിന്റെ കുറവാണ്. അള്ളാഹു അവനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ അറിവിൻ്റെതായ സകലമായ മേഖലകളും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സലക്കല്ലാഹു ബിഹി ത്വരീഖൻ മിൻ ത്വരീഖിൽ ജന്ന. ആരെങ്കിലും അറിവ് തേടി ഒരു വഴിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അതിലൂടെ അല്ലാഹു തആല അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. വഇന്നൽ മലായികത ലതലഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽം. ദീനീപരമായ അറിവ് നേടുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നു. ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തിനോടുള്ള സ്നേഹം, തൃപ്തി കാരണം. അതോടൊപ്പം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും ആലിമിന് വേണ്ടി, ഇൽമു നേടുന്നവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു, പാപമോചന പ്രാർത്ഥന നടത്തുന്നു. എത്രത്തോളം വെള്ളത്തിനുള്ളിലുള്ള മത്സ്യങ്ങൾ പോലും. അതേപോലെ നേടി ആ ഇൽമ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത ഇബാദത്തിൽ മാത്രം ഒഴുകിയിരിക്കുന്ന ഒരാളെക്കാൾ ഉണ്ട്. ഏതുപോലെ ചന്ദ്രന് മറ്റുള്ളവയേക്കാളുള്ള വെളിച്ചം 14-ാം രാവിന്റെ ആ രാത്രിയിൽ കാണപ്പെടുന്ന ആ തിളക്കം എത്രമാത്രമാണോ മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ അതേപോലെ പ്രാധാന്യമുണ്ട്. വൈന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അഫ്ളലുൽ ഉലമ പാസായവൻ എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കും വേണ്ട. വൈന്നൽ ഉലമാ, അറിവ് നേടിയവൻ, അത് ഏത് രൂപത്തിലുമാകാം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വഹാബത്തിന്റെ മൻഹജിൽ നിന്നും അറിവ് നേടുന്ന മനുഷ്യരാൽ ഉലമാ, അവർ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. വൈന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാം. അംബിയാക്കന്മാർ ദിർഹമല്ല അനന്തരമായി തന്നത്, ദീനാറല്ല അനന്തരമായി തന്നത്, മറിച്ചും ഇന്നമാ വറസുൽ ഇൽമ, അവർ അറിവാണ് അനന്തരമായി തന്നത്. അപ്പോൾ അറിവ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനമാണ്. അത് നേടാനും അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ വ്യത്യസ്തങ്ങളായ രീതികളിലൂടെ, വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെയും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം ഇൽമ നേടാനുള്ള ഒരു വ്യഗ്രത നമ്മൾ കാണിക്കണം. അതാണ് വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തേത് ഖിറാഅത്തുൽ ഖുർആൻ വ തദബ്ബുറുഹു. ഈമാൻ ദുർബലപ്പെട്ടു പോകാതിരിക്കാൻ മാനസികമായി ഒരു മനുഷ്യന്റെ കൽബ്, ആ കൽബിൽ നിന്നും ഈമാൻ ചോർന്നു പോകാതിരിക്കാൻ അവന്റെ ബന്ധം എപ്പോഴും ഖുർആനുമായി ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു വിഷയം, ഇന്ന് വെള്ളിയാഴ്ചയാണ്. എത്ര പേർ നമ്മിലുണ്ട് അൽ കൗഫ് പാരായണം ചെയ്തവർ. ആരെയും ആക്ഷേപിക്കുന്നില്ല, ആരെയും വഴക്ക് പറയുന്നില്ല. ഞാൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ കൗഫ് പാരായണം ചെയ്ത ആളുകൾ എത്രയുണ്ട്? അത് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ ഈമാൻ എന്താണ്? ഞാനും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണ്? റബ്ബിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നിടത്ത് എന്റെ ഈമാൻ എത്രമാത്രം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു? നമ്മൾ സ്വയമായി ആലോചിക്കേണ്ടുന്ന, വിചിന്തനം ചെയ്യേണ്ടുന്ന ഒരു വിഷയം. ശരി, അൽഹംദുലില്ലാഹ് അൽ കൗഫ് പലരും പാരായണം ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇന്നലെ എത്ര പേര് ഖുർആൻ ഓതി? മിനിഞ്ഞാൻ നമ്മൾ എത്ര ഖുർആൻ ഓതി? നമ്മുടെ ജീവിതം, നമ്മുടെ നാവിൻ തുമ്പത്തിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ, സംസാരങ്ങൾ, അതൊക്കെ പലപ്പോഴും തിന്മയിലൂടെ വഴിമാറിപ്പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച, ഈമാനിന്റെ വർദ്ധനവിന് കാരണമാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട, മനുഷ്യ മനസ്സുകളുടെ ശുദ്ധീകരണത്തിന് അടിസ്ഥാനമാകുമെന്ന് വിശദീകരിക്കപ്പെട്ട ആ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അത് ഓതുന്ന, അതിലൂടെ മനസ്സിന് കുളിർമ നൽകുന്ന, അതുമായി തന്റെ നാഥനെ സ്നേഹിക്കുന്ന എത്രയെത്ര മനസ്സിന്റെ ഉടമകൾ നമ്മിലുണ്ട്. സഹോദരന്മാരെ, ആയുസ്സാണ് അവസാനിക്കുന്നത്. അല്ലാഹു തആല നിശ്ചയിച്ച നമ്മുടെ പ്രായമാണ് അവസാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആ റബ്ബിന് വേണ്ടി, ആ റബ്ബിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ഒരു പേജ്, അര ജുസ്, ഒരു ജുസ് ഞാനൊന്ന് ഓതിയിരുന്നെങ്കിൽ, എനിക്ക് ഓതാനുള്ള അവസരം ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യന് വിലപിക്കുന്ന, കരയുന്ന ഒരു ദിവസം അവന്റെ മുമ്പിൽ വരാനുണ്ട്. അപ്പോ ഞാൻ ആ ഭാഗത്തേക്ക് നീങ്ങിയല്ല, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. സമയം കാണുക. നമ്മൾ സുബഹിന്റെ സമയത്തും വൈകുന്നേരവും
നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം നിശ്ചയിക്കുന്ന പോലെ, സമയം കാണുന്ന പോലെ നമ്മുടെ രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിത്തന്ന സന്ദേശമാകുന്ന ഖുർആൻ അത് ഓതാൻ, അതിലൂടെ ആ റബ്ബിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, അതിലൂടെ തന്റെ ഈമാൻ വർദ്ധിപ്പിക്കാനും നമ്മൾ മുന്നോട്ടിറങ്ങണം. ഓതിയാൽ മാത്രം പോരാ, അതിന്റെ ആശയങ്ങളെക്കുറിച്ച്, അതിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് നന്നായി ഒന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഇതാ ഈ പറയുന്ന ആയത്ത്, ഈ പറയുന്ന വിഷയം ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ എനിക്ക് ഖബറിൽ അനുഭവിക്കാനുള്ളതാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടാൽ എന്നോട് ചോദിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന തിന്മ എന്റെ ജീവിതത്തിലുണ്ട്, അതിന്റെ ശിക്ഷയാണല്ലോ അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത് എന്ന നിലയ്ക്ക് മനുഷ്യൻ സ്വയം ചിന്തിക്കാൻ വിശുദ്ധ ഖുർആൻ ചോദിച്ചല്ലോ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിയദ്ദബ്ബറു ആയാതിഹി. ഞാൻ ആദ്യം ഓതി വെച്ച വചനം, ഈ ഖുർആൻ നാം നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു. എന്തിനാ? ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച് നല്ലപോലെ ആലോചിക്കാൻ, നല്ലപോലെ ചിന്തിക്കാൻ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ് അകക്കാമ്പുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുവാനും ആലോചിക്കുവാനും വേണ്ടി ഈ ഖുർആനാണ് ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കിയ സത്യം അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് അവരുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ വരുമായിരുന്നു എന്നും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അത് കേൾക്കുന്ന ആദ്യ കാലഘട്ടത്തിലെ ആളുകളെ കുറിച്ച് അല്ലാഹു തന്നെ പുകഴ്ത്തി പറയുന്നുണ്ട്. കാരണം അവർ അത് പാരായണം ചെയ്തു, ആശയങ്ങൾ ചിന്തിച്ചു, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ ഈമാനിന്റെ ദുർബലതയ്ക്ക് അത് കാരണമായി മാറി. നമ്മുടെ ഈമാൻ വർദ്ധിക്കേണ്ടതുണ്ട്, ശക്തിപ്പെടേണ്ടതുണ്ട്. മാർഗം എന്താണ്? വലഖദ് ജീനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ഇതാ ഒരു ഖുർആൻ നാം ഇറക്കിയിരിക്കുന്നു, അതുമായുള്ള അതിന്റെ അടുപ്പം ശക്തമാകണം. അത് ഇൽമാണ്, അത് ഹുദയാണ്, അത് റഹ്മത്താണ്. ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മ, കാരുണ്യമായി ഇറക്കപ്പെട്ട ഖുർആൻ, ഹൃദയായി ഇറക്കപ്പെട്ട ഖുർആൻ, മനുഷ്യന് ആവശ്യമായ എല്ലാ ഇൽമുകളും സമാഹരിക്കപ്പെട്ട ഖുർആൻ. അതാർക്കാ? ലിഖൗമിൻ യുഅ്മിനൂൻ, ഈമാൻ ആവശ്യമുള്ളവർക്ക്, ഈമാനുള്ളവർക്ക്, ഈമാൻ വേണ്ടവർക്ക് അതൊക്കെ ഈ ഖുർആനിലുണ്ട്. മാറ്റിവെച്ചാലോ നമ്മുടെ ജീവിതം കേടുവന്നു പോകും, സ്വഭാവം കേടുവന്നു പോകും, സംസ്കാരം മോശമായി കൊണ്ടിരിക്കും. അപ്പോ ഈമാൻ ശക്തമാകേണ്ടതുണ്ട്. രണ്ടാമത്തെ മാർഗമാണ് വിശുദ്ധ ഖുർആൻ, അത് ഓതലും അതിനെക്കുറിച്ച് ചിന്തിക്കലും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫലൗ അലിമന്നാസു മാ ഫീ ഖിറാഅത്തിൽ ഖുർആനി ബിത്തദബ്ബുരി ലസ്തഗലു ബിഹാ അൻ കുല്ലി മാ സിവാഹാ. ഖുർആൻ ഓതിയാൽ, ഖുർആൻ തദബ്ബുർ ചെയ്താൽ, ചിന്തിച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്താണ് എന്ന് ഒരു മനുഷ്യൻ കൃത്യമായി അറിഞ്ഞാൽ എല്ലാം മാറ്റിവെച്ച്, എല്ലാ സന്തോഷവും മാറ്റിവെച്ചുകൊണ്ട് ഖുർആൻ ഓതാനും പഠിക്കാനും അറിയാനും അതിന്റെ പിന്നാലെ അവൻ കൂടുമായിരുന്നു. ഫൈദാ ഖറാഹു ബിതഫക്കുരിൻ ഹത്താ മറ ബിആയത്തിൻ വഹുവ മുഹ്താജുൻ ഇലൈഹാ ഫീ ശിഫാഇ ഖൽബിഹി ഖററഹാ വലൗ മിഅത മറ. ഒരു ആയത്തിന്റെ അർത്ഥം, അതിന്റെ ആശയം അവൻ അറിഞ്ഞു, അവൻ ബോധ്യപ്പെടുകയാണ്, ഈ ആയത്ത് എനിക്ക് ആവശ്യമാണ്, ഈ ആശയം എനിക്ക് ആവശ്യമാണ്, പരലോകത്ത് എനിക്കിത് നേടേണ്ടതുണ്ട് എന്ന ബോധ്യം ആയത്തിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ അവൻ ആ ആയത്ത് കററഹ ആവർത്തിക്കും. വലവുമിഴത്തമറാം, ചിലപ്പോൾ 100 തവണ ആവർത്തിക്കും. അവൻ അർത്ഥം അറിഞ്ഞാൽ, ആശയം അറിഞ്ഞാൽ. വലൗലൈല, ചിലപ്പോൾ ഒരു രാത്രി മുഴുവൻ ആ ആയത്ത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഷെയ്ഖ് റഷീദ് റിള വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാ, വഅലം, അറിയുക, അന്ന ഖുവ്വത്തദ്ദീൻ, ദീനിന്റെ ശക്തി, വകമാലൽ ഈമാൻ, ഈമാനിന്റെ പരിപൂർണത, വൽ യഖീൻ, മനുഷ്യ ഹൃദയങ്ങളുടെ ദൃഢതയുണ്ടല്ലോ, വിശ്വാസത്തിന്റെ ഉറപ്പ്, അതിന്റെ പരിപൂർണത ലഭിക്കുന്നത് ലാ യഹ്സുലാനി ഇല്ലാ ബികസ്റത്തി ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുന്നതിലൂടെ അല്ലാതെ നേടാൻ സാധ്യമല്ല.
അപ്പൊ ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കണം. വസ്തിമാഇഹി, അത് കേൾക്കുകയും വേണം. മഅത്തദബ്ബുരി, ചിന്തയോടുകൂടി. ബിനിയ്യത്തിൽ ഇഹ്തിദാഇ ബിഹി, അതുകൊണ്ട് എനിക്ക് ഹിദായത്ത് കിട്ടണം. വൽ അമലി ബിഅംരിഹി വനഹീഹി, അതിന്റെ കൽപ്പനയും നിരോധനങ്ങളും എന്റെ ജീവിതത്തിൽ പാലിക്കുകയും വർജിക്കേണ്ടത് വർജിക്കുകയും വേണം എന്ന നിയ്യത്തോടു കൂടി ഖുർആൻ കേൾക്കുകയും ഓതുകയും ചെയ്താൽ യഖീൻ വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും, ദീനിന്റെ ശക്തി പരിപൂർണമായി കൊണ്ടിരിക്കുമെന്ന് ശൈഖ് റഷീദുൽ ഇലാം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കട്ടെ. നമ്മുടെ സന്തോഷവും നമ്മുടെ മനസ്സിന്റെ കുളിർമയും ആനന്ദവും ഏതെങ്കിലും പത്രത്താളുകളോ ഏതെങ്കിലും ചാനലുകളോ അത് തുറക്കുമ്പോഴും വായിക്കുമ്പോഴുമെല്ലാം, മറിച്ച് എന്റെ നാഥന്റെ സന്ദേശമായ ഖുർആൻ അല്ലേ, അല്ലാഹു എനിക്ക് നൽകിയത്, എന്റെ റബ്ബ് എനിക്ക് നൽകിയത്. ഏതെങ്കിലും വ്യക്തി തരുന്ന കടലാസ്, ഏതെങ്കിലും വ്യക്തി തരുന്ന പുസ്തകം, ഏതെങ്കിലും വ്യക്തി എഴുതിയ ഗ്രന്ഥങ്ങൾ, ആ വ്യക്തിയോടുള്ള സ്നേഹം കാരണം നമ്മൾ ചിലപ്പോൾ താല്പര്യത്തോടു കൂടി വായിക്കും. ശരി, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞു തുടങ്ങുന്ന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ആയത്തുകൾ നമ്മൾ ഓതുമ്പോ, അതിനർത്ഥം വായിക്കുമ്പോ, അതിന് ആശയം അന്വേഷിച്ചിറങ്ങുമ്പോ, ഇതാര് പറയുന്നതാ? അല്ലാഹുവാ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, എന്നെയാണ് വിളിക്കുന്നത്. ഞാനൊരു ഈമാനുള്ളവനാ, ഞാനൊരു മൂമിനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിളിക്കുമ്പോ ആ വിളി എന്നോടാണ്. ഇതാ ഇനി എന്തോ കാര്യം ചെയ്യാൻ പറയുകയാണ്, ഞാനത് ശ്രദ്ധിക്കട്ടെ. എന്തോ കാര്യം ചെയ്യരുത് എന്ന് പറയുകയാണ്, ഞാനത് ശ്രദ്ധിക്കട്ടെ. ഇന്നത് ചെയ്താൽ നിനക്കിന് ശിക്ഷയുണ്ടെന്ന് പറയുകയാണ്, അതുകൊണ്ട് ഞാനത് പഠിക്കട്ടെ. ഇന്നത് ചെയ്താൽ നിന്നെ പ്രതിഫലമുണ്ടെന്ന് പറയുകയാണ്, അതുകൊണ്ട് ഞാനത് അറിയട്ടെ എന്നൊരു ചിന്ത നമ്മിൽ കടന്നു വരുന്നില്ല എങ്കിൽ തീർച്ചയായും ജീവിതം നഷ്ടത്തിലായിക്കൊണ്ടിരിക്കും. അപ്പൊ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോ അറിയുമ്പോ അത് എന്റെ റബ്ബിന്റെ സന്ദേശമാണ് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ അത് വായിക്കണം. ഹസനുൽ ബസരി അദ്ദേഹം പറയാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ എന്ന് പറഞ്ഞാൽ താബിഊകളും അവർക്ക് മുമ്പുള്ള സ്വഹാബികളും, അവർ ഖുർആനിനെ കണ്ടത് അല്ലാഹ് അവർക്ക് നൽകിയ സന്ദേശം പോലെ, അല്ലാഹ് അവരോട് കാര്യം പറഞ്ഞ പോലെ. അതുകൊണ്ട് അവർ ആ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. നമ്മൾ ഇന്ന് പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ, ദുർബലത സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ നമ്മൾ പിന്നിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ ഒന്ന് തഅല്ലുമുൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് നേടുക. രണ്ടാമത്തേത് ഖിറാഅത്തുൽ ഖുർആൻ വ തദബ്ബുറുഹു, വിശുദ്ധ ഖുർആൻ ഓതുകയും അത് ഉറ്റാലോചിച്ച് ചിന്തിച്ച് ആ നിലക്ക് മുന്നേറുകയും ചെയ്യുക. മൂന്നാമത്തേത് അൽ ഇൽമു ബി അസ്മാഇല്ലാഹിൽ ഹുസ്നാ വ സിഫാതിഹിൽ ഉലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉന്നതമായ